ഗുഡ് മോർണിംഗ്. വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കുടവയർ എങ്ങനെ കുറക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് കോമണായിട്ട് കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഫാറ്റി സ്റ്റൊമക്ക്, അമിതമായിട്ടുള്ള വയർ. അതുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. പലപ്പോഴും കുടവയറ് കാരണം കാലിൻ്റെ പെരുവിരൽ വരെ കാണാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഭക്ഷണ സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിത രീതിയിൽ വന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ കുടവയർ കൂട്ടാനുള്ള ഏറ്റവും വലിയ കാരണമായി മാറിയിട്ടുണ്ട്. കുടവയർ ആ വ്യക്തികൾക്ക് മാത്രമല്ല, മറ്റുള്ള ആളുകൾക്കും അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനുള്ള കാരണം ഭക്ഷണത്തിലുള്ള ക്രമക്കേട് തന്നെയാണ്. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ് കുടവയർ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെയുള്ള അമിതമായിട്ടുള്ള വെള്ളം കുടി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഭക്ഷണ രീതി, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നു, ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 2, 3, 4 ഗ്ലാസ് വെള്ളം ഒപ്പം കുടിക്കുന്നു. ഇത് അമിതമായിട്ടുള്ള വയർ വരാനുള്ള ഏറ്റവും വലിയ സാധ്യതകളുണ്ട്. അമിതമായിട്ടുള്ള ഭക്ഷണം കുറക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ലപോലെ ചവച്ചരച്ച് ചുണ്ട് പൂട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുക. വിശപ്പ് തീർന്നാൽ ഭക്ഷണം അവസാനിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ കുടവയറുള്ളവർ കുടവയർ കുറയാൻ വേണ്ടിയും ഇനി കുടവയർ വരാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സുജോക്ക് അക്യുപഞ്ചറിൽ സീഡ് തെറാപ്പിയിലൂടെ വന്ന കുടവയറിനെ നമുക്ക് കുറക്കാൻ സാധിക്കും. ആ ഒരു തെറാപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കുടവയർ കുറക്കാൻ സുജോക്ക് അക്യുപഞ്ചറിൽ നമ്മൾ ചികിത്സിക്കുന്നത് കാൽപാദത്തിലാണ്. സുജോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കൈപ്പത്തി, കാൽപാദം എന്നാണ് അർത്ഥം. കാൽപാദത്തിലെ 4th ടോയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. 4ാമത്തെ വിരലിൻ്റെ ഈ ഭാഗം, അതായത് തമ്പ് സൈഡിൽ, ബിഗ് ടോയ് സൈഡിൽ ഉള്ള ഈ പോയിൻ്റിലാണ് കുടവയർ കുറയാൻ വേണ്ടി ചികിത്സിക്കുന്ന പോയിൻ്റ്. ഇവിടെ നമുക്ക് പ്രഷർ കൊടുക്കാം. അതുപോലെ തന്നെ സീഡ് തെറാപ്പി ചെയ്യാം. സീഡ് തെറാപ്പിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് സീഡ് തെറാപ്പി ചെറുപയർ ഇതുപോലെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് പേപ്പർ ടാപ്പിൽ ചെറുപയർ ഇതുപോലെ വെച്ചുകൊണ്ട് ഈ കറക്റ്റ് പോയിൻ്റിൽ, ആ മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ പേപ്പർ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. സാധാരണ സീഡ് തെറാപ്പികളൊക്കെ ചെയ്യേണ്ടത് 4 മണിക്കൂർ 5 മണിക്കൂർ ടൈമാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കിടക്കാം. ഇതിൻ്റെ കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അതേപോലെ വെള്ളം കുടിയിൽ ശ്രദ്ധിക്കുക, ചെറിയ അബ്ഡോമൻ എക്സർസൈസുകൾ ചെയ്യുക. എന്നാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കുടവയർ കുറക്കാൻ സാധിക്കും.